ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചരിത്രം കുറിച്ച ഒരു ടീമിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ഇരിങ്ങാലക്കുട ഉപജില്ലയിൽ നിന്നും ചരിത്രത്തിലാദ്യമായി പഞ്ചവാദ്യത്തിന് മത്സരിച്ച ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. ആദ്യമായി മത്സരത്തിനിറങ്ങി ആ മത്സരത്തിൽ നിന്ന് സംസ്ഥാന തലം വരെ എത്തിയിരിക്കുകയാണ് ഈ ടീം. വലിയ സന്തോഷത്തിലും ചരിത്രം കുറിച്ചതിന്റെ ആവേശത്തിലുമാണ് ഇപ്പോൾ ഈ കുട്ടികളുള്ളത്. നമുക്ക് അവരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ഒരു ചരിത്രം കുറിച്ച നിമിഷമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ഉപജില്ലയിൽ നിന്നും ആദ്യമായിട്ട് പഞ്ചവാദ്യത്തിന് മത്സരിക്കുന്ന ടീം നിങ്ങളാണ്. നിങ്ങൾ സംസ്ഥാന തലം വരെ എത്തിയിരിക്കുന്നു. എന്ത് തോന്നുന്നു ഇപ്പോൾ? ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഞങ്ങൾ മാസങ്ങളോളം പ്രയത്നിച്ചിട്ടാണ് ഇങ്ങനത്തെ ഇവിടം വരെ എത്തിയത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ ജില്ല വരെ എത്തുന്നു. അപ്പോൾ ഏതോ ഭാഗ്യത്താൽ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് വരെ എത്താൻ സാധിച്ചു. അത് ഞങ്ങളൊരു സന്തോഷമായിട്ട് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഉപജില്ലയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനൊരു സ്വപ്നം ഉണ്ടായിരുന്നു മുമ്പിൽ, സംസ്ഥാന തലം വരെ എത്തുന്നു എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നോ? ഒട്ടും ഉണ്ടായിരുന്നില്ല ഇവിടെ വരെ എത്തുന്നു. ഇല്ല. ഇപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എത്ര നാളത്തെ പ്രാക്ടീസും പരിപാടികളൊക്കെയാണ് ഇവിടെ വരെ എത്തിച്ചത്? ഞങ്ങൾ ഒരു 6 മാസം 7 മാസമായി. 7 മാസമായി. ഇതിനു മുമ്പ് ഇങ്ങനെ പുറത്തോ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ പഞ്ചവാദ്യത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ സ്കൂളിലല്ലാതെ? ഇല്ല. ആദ്യമായിട്ടാണ്. എല്ലാവരും ആദ്യമായിട്ടാണോ? പേരെന്താ? നവനീത്. എത്രാം ക്ലാസ്സിലാ? 8ല്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം കുറിച്ച് നിൽക്കുന്ന ഒരു ടീമാണ്. ഇവരുടെ അധ്യാപകൻ രഘു നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാഷെ, ഇപ്പോൾ ഒരു ചരിത്ര നിമിഷമാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, ആ ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം. അതെ, ഞങ്ങൾ ആദ്യമായിട്ടാണ് പഞ്ചവാദ്യ ഐറ്റം പങ്കെടുക്കുന്നത് തന്നെ. ഉപജില്ലയെ സംബന്ധിച്ച് ഉപജില്ലയിലും ആദ്യത്തെ ടീമാണ് പഞ്ചവാദ്യത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഞങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ എത്താൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. പിള്ളേരും എല്ലാവരും ഹാപ്പിയാണ്. ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, ഇവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് ഇവരും. എന്തുകൊണ്ടായിരിക്കും ഉപജില്ലയിൽ നിന്ന് ഇതുവരെയും അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടാകാതിരുന്നത്? അത് ഞങ്ങൾക്കും മത്സരം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളും ഈ വിവരം അറിഞ്ഞത്. ഞങ്ങളാണ് ആദ്യമായിട്ട് പഞ്ചവാദ്യത്തിൽ ജില്ല എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഉപജില്ലയിൽ നിന്ന് ഇതുവരെ ഒരു ടീം പങ്കെടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കും അതൊരു അത്ഭുതമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് മുഴുവൻ ഞങ്ങൾക്കും അറിയില്ല. ആദ്യത്തെ ടീമാകണമെന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയതല്ല അപ്പോൾ? അല്ലല്ല, ഒട്ടും ഞങ്ങൾക്കിത് അറിയേയില്ലായിരുന്നു. ഞങ്ങൾ സ്വാഭാവികമായും കഴിഞ്ഞ വർഷം തൊട്ടേ ആലോചിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങിയ ഒരു ഐറ്റമാണ് പഞ്ചവാദ്യം. കഴിഞ്ഞ വർഷം ഒന്ന് തുടക്കം കുറിച്ചു. ഈ വർഷം ജൂൺ തൊട്ട് തന്നെ പ്രാക്ടീസുകൾ തുടങ്ങി. അങ്ങനെ ഒരു 5-6 മാസത്തെ പ്രാക്ടീസ് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു നേട്ടം കിട്ടിയത്. അതായത് സ്കൂളിനും ഇവരൊരു വലിയ ചരിത്രം കുറിച്ച് തന്നിരിക്കുകയാണല്ലേ? അതെ അതെ, ഇവരുടെ ഒരു ഹാർഡ് വർക്ക് പറയാതെ വയ്യ. മുടക്ക ദിവസമായാലും എല്ലാ ദിവസവും ഇവർ പ്രാക്ടീസിന് വരികയും പഠിപ്പിച്ച അധ്യാപകരും അതെ വളരെയധികം അവരുടെ പ്രോഗ്രാംസൊക്കെ കട്ട് ഷോട്ട് ചെയ്ത് ഇവരുടെ കൂടെ നിന്ന് പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യാനൊക്കെ അവർ വളരെയധികം ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ ആനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? അതെ, ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട ഉപജില്ലയിലാണ് ഞങ്ങളുടെ സ്കൂൾ, ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ. എന്തായാലും തൃശ്ശൂർ ജില്ലയിലെ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ആനന്ദപുരം ഇവിടെ സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ അവിടെ ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇതിനി ഒരുപാട് ചരിത്രം കുറിക്കാനുള്ള ഒരു തുടക്കമാകട്ടെ. എന്തായാലും നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അങ്ങനെ ഫസ്റ്റ് കിട്ടുമോ? പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷിച്ച പോലെ ഫസ്റ്റ് കിട്ടട്ടെ. അപ്പോൾ എന്തായാലും നല്ലൊരു ചരിത്രം കുറിച്ച് നിൽക്കുന്ന ഈ ചുണക്കുട്ടന്മാരോടൊപ്പം നമ്മളും അവർക്ക് വിജയാശംസകൾ നേരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.